ഇനി എന്ത് വീഡിയോ ചെയ്യുന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇതേ ഈ ഒരു കുപ്പി എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അതിൽ നോക്കുമ്പം ഈ ഗിറ്റാറിൻ്റെ ആ ഒരു ഷേപ്പും കൂടി കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. കയ്യിലാകെ 4 ഫാബ്രിക് കളറേ ഉള്ളൂ. അതിന് നല്ലതൊന്നും ഈ ബ്ലാക്കാണ്. അപ്പോൾ ആ ബ്ലാക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം കാച്ചാന്ന് വിചാരിച്ചു. ഇതുപോലെ ആ ഗിറ്റാറിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ട്രാൻസ്പാരൻറ്റ് ടാപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഈ സ്പോഞ്ചിൽ ഇങ്ങനെ ബ്ലാക്ക് കളർ വെച്ച് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല രീതിയിൽ വന്നു. നമ്മൾ പെയിൻറ്റിങ് ബ്രഷ് കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ സ്പോഞ്ച് തൊട്ട് ചെയ്യുമ്പം നല്ല രീതിയിൽ വരുന്നുണ്ട്. നല്ലൊരു ഫിനിഷിങ് കിട്ടുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇത് ഇതുപോലെ ചെയ്തെടുത്തു. അതിന് ശേഷം എവിടുന്നോ തപ്പിടിച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഒരു ബ്രൗൺ കളറ്. അത് വെച്ചൊന്ന് ഗിറ്റാറിൻ്റെ ഷേപ്പാക്കി എടുക്കാം, അടിപൊളിയാക്കാമെന്ന് വെച്ചൊന്ന് പെയിൻറ്റ് ചെയ്ത് നോക്കിയതാണ്. സംഭവം മൊത്തത്തിലങ്ങ് പോയി. അപ്പോൾ ഒരു ഭംഗിയില്ല കാണാൻ. ഞാൻ അതുകൊണ്ട് അപ്പോൾ തന്നെ അതങ്ങ് തുടച്ചു കളഞ്ഞു. പിന്നെ ഒന്നും നോക്കിയില്ല. പഴയ ക്രയോൺസ് ഉണ്ടായിരുന്നു കയ്യിൽ, അതെടുത്തു ബുക്കിൽ പേപ്പറിൽ ഗിറ്റാർ വരച്ച് ഒരു 18ാമത്തെ ഇടവാക്കി ഗിറ്റാർ വരച്ച് അതിലൊട്ടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ സംഭവം ഫ്ലോപ്പായതാണ്. പിന്നെ എന്തുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, എങ്ങനെ ഒരു ബോട്ടിലായിട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗിറ്റാർ ഞാൻ വരച്ചെടുത്തു. നല്ല ടൈം എടുത്ത് ചെയ്ത സംഭവം കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഇത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിപ്പോയി. ഗിറ്റാറൊക്കെ നല്ല രീതിയിൽ തന്നെ വന്നു. സംഭവം ഒട്ടിച്ചെടുത്തപ്പോഴൊന്നും ഒരു മെന തോന്നിയില്ല. ഒരു എന്തോ ഇവിടെ ഒരു തകരാറ് പോലെ കണ്ടില്ലേ. മൊത്തത്തിൽ ഇവിടെ ഒരു ഇത് തോന്നിയപ്പോൾ കയ്യിൽ കുറച്ച് ക്ലേ ഉണ്ടായിരുന്നു. ക്ലേ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഫ്ലവേഴ്സ് ആക്കിയെടുത്തു. പിന്നെ ഒട്ടിച്ച് വെക്കുമ്പോൾ ആ സംഭവം പോരാ. അത് നേരെ ഷേപ്പ് മാറ്റിയത് ഇതുപോലെയൊക്കെ ആക്കിയെടുത്ത് ഒട്ടിച്ചു കൊടുത്തു. ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.